അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. The term jurisprudence refers to dash. jurisprudence എന്ന് പറയുന്ന ടേം എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? എന്തിനെയാണ്? It is denoted the philosophical aspect of law. jurisprudence എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് ദ ഫിലോസഫി ഓഫ് ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? യെസ്. അടുത്തത് സെക്കൻഡ്. jurisprudence is the study of law that എന്ത് ലോയാണ്? സ്റ്റഡി ഓഫ് പോസിറ്റീവ് ലോ. മനസ്സിലായോ? jurisprudence is the study of positive law. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. rights and duties are dash. rights and duties are correlated. മനസ്സിലായോ? യെസ്. അടുത്തത്. in ancient India law was known as dash. എന്താണ്? ധർമാസ്. എന്താണ്? ധർമ്മ. അന്ന് നിയമം എന്ന് പറയത്തില്ലായിരുന്നു, അത് ധർമ്മം എന്നാ പറയാം. അടുത്തത്. ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം, ഈസ് എ ഡാഷ് സോഴ്സ് ഓഫ് ലോ. എന്ത് സോഴ്സ്? ലെജിസ്ലേഷൻ ഈസ് എ ലീഗൽ സോഴ്സ് ഓഫ് ലോ. മനസ്സിലായോ? Yes. Legislation is derived from two Latin terms, legis, which means dash, and latum, which means dash. Legislation എന്ന് പറയുന്നത് രണ്ട് ലാറ്റിൻ ടേമിലാണെന്നാണ് വന്നത്. അതേതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? Legislation means law and latum means to make. അല്ലേ? ഓക്കെ. അടുത്തത് സെവന്ത് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ സോഴ്സ് ഓഫ് ലോ. ഏതാണ്? മീഡിയ ആണോ, ഇൻ്റർസെപ്റ്റ് ആണോ, പ്രീസിഡൻ്റ് ആണോ, അതോ റിലീജിയൻ ആണോ? ഏതാണ് സോഴ്സ് ഓഫ് ലോ ആവുന്നത്? ഏതാണ്? Precedent is a source of law. Yes. ഒന്ന് വായിച്ചേ കേക്കട്ടെ. 1. The term jurisprudence refers to philosophical aspects of law. 2. Jurisprudence is the study of and duties are connected. 4. In ancient India, known as dharma. 5. Legislation source of law. Legal source of law. 6. Latin terms. Law means dash is a source of law. A source of. Yes. അടുത്ത 7. Precedent is a source of law. What is a precedent? A precedent means the previous decisions of court. എന്താണ് precedent? It is the previous decisions of court. കോടതിയിൽ മുമ്പേ എടുത്ത തീരുമാനങ്ങളെയാണെന്ന് പറയുന്നത് precedent എന്ന് പറയും. മനസ്സിലായോ? Under the common law doctrine, past decisions of court are cited as authority to decide a substantially similar current case. പണ്ടെങ്ങോ തീരുമാനിച്ച ഒരു ജഡ്ജിമെൻറ്റ് ഇപ്പോഴത്തെ ഒരു കേസിൽ ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രീസിഡൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. അതിനകത്ത് തന്നെ അർത്ഥമുണ്ട്, പ്രീസിഡൻറ്റ് അല്ലേ?
മുമ്പങ്ങോ ഉപയോഗിച്ച ഡിസിഷൻ നമ്മളിപ്പോൾ എടുത്ത് ഉപയോഗിക്കുന്നു. പ്രീസിഡൻറ്റ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ യെസ് വായിച്ചേ. അടുത്ത നോക്കൂ. എവരി ഡ്യൂട്ടി എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് കോൾഡ് ഒബ്ലിഗേഷൻ. ഒരാൾ നിയമപ്രകാരം ഒരാളുടെ മുകളിൽ ഒരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും? ഒബ്ലിഗേഷൻ എന്ന് പറയും. അടുത്തത് എക്സസൈസ് ഓഫ് അതോറിറ്റി ഇൻ മെയിൻ്റനൻസ് ഓഫ് റൈറ്റ് ഈസ് കോൾഡ് ജസ്റ്റിസ്. എക്സസൈസ് ഓഫ് അതോറിറ്റി ഇൻ മെയിൻ്റനൻസ് ഓഫ് റൈറ്റ്, ഒരവകാശം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു കോടതി ഇടപെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? നീതി എന്ന് പറയുന്നത്. എന്താ നീതി? എക്സസൈസ് ഓഫ് അതോറിറ്റി in maintenance of a right is called justice. Okay, അടുത്ത നോക്കൂ. The things on which a right is to be exercised is known as dash. എന്താ പറയും? The things on which the right is to be exercised is known as an object. അല്ലേ? മനസ്സിലായോ? ഒരു വസ്തുവിൽ ഓൺ വിച്ച് എ റൈറ്റ് ടു ബി എക്സസൈസ്ഡ്, ഒരു വസ്തുവിൽ നമ്മുടെ അവകാശം ഉപയോഗിക്കുന്നു. എങ്ങനെയെങ്കിൽ അതിനെ ഒബ്ജക്റ്റ്, ലോയുടെ ഒബ്ജക്റ്റ് എന്ന് പറയും. നിങ്ങളുടെ അച്ഛൻ്റെ ഭൂമിയിൽ നിങ്ങൾക്ക് അവകാശമുണ്ട്. അച്ഛൻ്റെ ഭൂമി എന്ന് പറയുന്നത് എന്താവും? ഒബ്ജക്റ്റ് ആവും. മനസ്സിലായോ? അവകാശം എന്നതാണ് റൈറ്റ്, അല്ലേ? ഒരു വസ്തുവിൽ, ഒരു വ്യക്തിയിൽ നമുക്കുള്ള അവകാശത്തിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയും. പിടി കിട്ടിയോ? The physical force of the state behind law is called dash. എന്താണ്? എ ഫിസിക്കൽ ഫോഴ്സ്, ശാരീരികമായ ഒരു ബലം പ്രയോഗിക്കുന്നു. എന്തിൻ്റെ പിൻബലത്തോടുകൂടി? നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടി. അതിനെന്തോ പറയും? സാങ്ഷൻ. എന്താണ്? സാങ്ഷൻ. ഇപ്പോൾ ഒരിടത്ത് കലാപം നടക്കുകയാണ്, പോലീസുകാരിറങ്ങി വെടിവെക്കുന്നു, അല്ലെങ്കിൽ പോലീസുകാരെ അടിച്ചോടിക്കുന്നു. പോലീസുകാരടിച്ചാൽ അതിനെ സാങ്ഷൻ എന്ന് പറയും. മനസ്സിലായോ? ഫിസിക്കൽ ഫോഴ്സ്, ശാരീരികമായ ബലം. ഓൺ ദ സ്റ്റേറ്റ് ബിഹൈൻഡ് ലോ ഈസ് കോൾഡ് സാങ്ഷൻ. പിടികിട്ടിയോ? അടുത്തത് നാച്ചുറൽ ലോ മീൻസ്. നാച്ചുറൽ ലോ, പ്രകൃതി നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. നമ്മൾ ജനിക്കുന്ന ഒരാൾക്ക് നിലവിൽ നിയമമൊന്നും ഇല്ലെങ്കിൽ പോലും അയാൾ ഈ ഭൂമിയിൽ ജനിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് വന്നു ചേരുന്ന നിയമത്തിനെയാണ് നമ്മളെന്താ പറയുന്നത്? നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? Are you ready? Yes. അടുത്തത് 11. Custom which have the force of law or called dash. ഒരു കസ്റ്റം ഉണ്ട്, അതിന് നിയമത്തിൻ്റെ ഫോഴ്സ് ഉണ്ട് എങ്കിൽ അതിനെ എന്ത് പറയും? ലീഗൽ കസ്റ്റം ആൻഡ് കൺവെൻഷണൽ കസ്റ്റം. നിയമത്തിൻ്റെ പിൻബലമുള്ള ആചാരത്തിനെ ലീഗൽ കസ്റ്റം അല്ലെങ്കിൽ കൺവെൻഷണൽ കസ്റ്റം എന്ന് പറയും. മനസ്സിലായോ?
പോയോ ഇല്ല. അടുത്തത്, ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് ലോ ഇൻ ദ മോഡേൺ സ്റ്റേറ്റ് ഈസ് കോൾഡ് ലെജിസ്ലേഷൻ. ഇൻ മോഡേൺ സ്റ്റേറ്റിലെ ഒരു ബെസ്റ്റ് സോഴ്സ്, നിയമത്തിൻ്റെ ഒരു ബെസ്റ്റ് സോഴ്സിനെ നമ്മൾ എന്തോ പറയും? ലെജിസ്ലേഷൻ എന്ന് പറയും. എന്താ ലെജിസ്ലേഷൻ? നിയമനിർമ്മാണം. എന്താണ്? നിയമനിർമ്മാണം. കേൾക്കുന്നുണ്ടോ? ഹലോ, സാർ പറഞ്ഞു, കട്ടായി പോകുന്നേ. കുഴപ്പമില്ല. അടുത്തത്, ദ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ മീൻസ് ഡാഷ്. എന്താണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ? റൂൾസ്, ബൈ ലോസ്, റെഗുലേഷൻസ് മെയ്ഡ് ബൈ വെർച്യൂ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. നമ്മുടെ നിയമസഭ ഒരു നിയമം ഉണ്ടാക്കുന്നു. ആ നിയമം ഒരാളെ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നതിനെ കുറിച്ചാണ്. MLA-മാർ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ? ഇല്ല. MLA-മാർക്ക് മരുന്ന് എന്താണെന്നറിയോ? ഇല്ല. MLA-മാർക്ക് ഓപ്പറേഷൻ എന്താണെന്നറിയോ? ഇല്ല, അറിയില്ല. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ നിയമം ആരെ കൊണ്ടുണ്ടാക്കാൻ പറയും? ഡോക്ടേഴ്സിന്. മെഡിക്കൽ ബോർഡിനോട് പറയും, നിങ്ങളൊരു നിയമം ഉണ്ടാക്കി കൊടുത്താൽ ഞങ്ങൾ പാസ്സാക്കാമെന്ന് പറയും. അങ്ങനെ നിയമനിർമ്മാണ സഭ ചെയ്യേണ്ട ജോലി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയെ ഏൽപ്പിക്കും. അതിനെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. യെസ്, മനസ്സിലായോ? മനസ്സിലായി. യെസ്, വായിച്ചേ കേൾക്കട്ടെ. Every duty enforceable by law is called obligation. Exercise of authority in maintenance of right is called justice. 8. The thing on which the right is to be exercised is known as object of right. 9. The physical force of the state behind law is called sanction. 10. Natural law means principles of natural justice. 11. Customs which have the force of law are legal custom and conventional custom. The best source of law in the modern state is legislation. Delegated legislation means rules by laws and regulations made by virtue of statutory powers. Yes. Any doubt? ഇല്ല സാർ. യെസ്, അടുത്ത നോക്കൂ. Obiter dicta means saying of dash. എന്താണ്? What is obiter dicta? By the way. By the way. Obiter dicta means by the way. ഒരു കേസ് കേൾക്കുന്ന സമയത്ത് ആ കേസുമായി ബന്ധമില്ലാത്തൊരു കമൻറ്റ് പറയുന്നതിനെയാണ് ഒബിക്റ്റർ ഡിക്റ്റ എന്ന് പറയുന്നത്. മനസ്സിലായോ? സർ. അടുത്ത, സ്റ്റെയർ ഡിസീസ് മീൻസ് ദ പ്രീവിയസ് ജഡ്ജ്മെൻറ്റ് ഷാൽ ബി ഡാഷ്. ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസീസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ജഡ്ജ്മെൻറ്റിനെ നമ്മൾ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമായി ഉയർത്തി കാണിക്കുന്നു, അപ്ഹെൽഡ് ചെയ്യുന്നു. മനസ്സിലായോ? അതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റെയർ ഡിസീസ്. അപ്പോൾ സ്റ്റെയർ ഡിസീസും ഒബിക്റ്റർ ഡിക്റ്റയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒബിക്റ്റർ ഡിക്റ്റ എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ദ വേ. ബൈ ദ വേ. സ്റ്റെയർ ഡിസീസ് എന്ന് പറഞ്ഞാൽ അപ്ഹോൾഡ് അല്ല അപ്ഹെൽഡ്. അപ്ഹെൽഡ്. മനസ്സിലായോ? സർ. അടുത്ത, റേഷ്യോ ഡിസിഡൻറ്റ്. എ ജനറൽ propositions of law used by the court to justify its decision. അതിനെയാണ് റേഷ്യോ ഡിസിഡൻസി എന്ന് പറയുന്നത്. കോടതി ഒരു തീരുമാനമെടുക്കുന്നതിന് ന്യായീകരിക്കുന്നതിന് വേണ്ടി ആ കേസിലെ ചില കാര്യങ്ങൾ കോട്ട് ചെയ്ത് പറയും. അതിനെന്തോ പറയും? റേഷ്യോ ഡിസിഡൻസി. റേഷ്യോ ഡിസിഡൻസി. അടുത്ത എന്താണ്? റിമാർക്സ് ഓഫ് എ ജഡ്ജ് which are made casually and are not relevant the case in hand is called obiter dicta. നമ്മൾ മുമ്പേ പറഞ്ഞു obiter dicta. അടുത്തത്,
The precedent is binding on the authoritative on later case is based on the principle of law is known as stare decisis. എന്താണ് stare decisis? Precedent in binding and authority on later case. Is called a stare decisis. Stare decisis. Yes. ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി പണ്ടത്തെ ഡിസിഷനെ സ്റ്റെയറായി ഉപയോഗിക്കുന്നു. അതിനാണ് സ്റ്റെയർ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് The phrase de facto means എന്താണ് de facto? All the facts. All the facts. അടുത്തത് A right to recover time barred debt is called dash. എന്താണ്? Imperfect right. എന്ത് റൈറ്റ്? ഇംപെർഫെക്റ്റ് റൈറ്റ്. ഇംപെർഫെക്റ്റ് റൈറ്റ്. അങ്ങ് റൈറ്റ് ഇല്ല എന്നങ്ങ് കരുതും. മനസ്സിലായോ? അതെ. The perfect right are enforceable through the court of law. കോടതിയിലൂടെ നടപ്പാക്കാൻ പറ്റുന്ന നിയമത്തിനെയാണ് എന്ത് പറയുന്നത്? പെർഫെക്റ്റ് റൈറ്റ്. ഇംപെർഫെക്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ കൂടെ നടപ്പാക്കാൻ പറ്റാത്ത നിയമം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലീഗൽ പേഴ്സൺ? താഴെ പറയുന്നതിൽ ഒരു ലീഗൽ പേഴ്സൺ ആരാണ്? ഇന്ത്യൻ സിറ്റിസൺ. ഇന്ത്യൻ സിറ്റിസൺ ഈസ് എ ലീഗൽ പേഴ്സൺ. മനസ്സിലായോ? യെസ്, ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. 12. Obiter dicta means saying by the way. 13. Stare decisis means the previous judgment shall be upheld. Ratio decidendi means a general proposition of law used by the court to justify its decision. Remarks of a judge which are made casually and are not relevant to the case in hand are known as obiter dicta. Precedent is binding and authoritative on later case is based on the principle of law known as stare decisis. 14. The phrase de facto means all the facts. 15. A right to recover time-barred debt is a imperfect right. Perfect rights are enforceable through court action, by imperfect rights are not. 16. Which of the following is not a legal person? Indian citizen. Yes. കഴിഞ്ഞു സർ. Yes. അടുത്തത്. The theories of punishment are 5 in numbers. Theories of punishment എത്ര എണ്ണം ഉണ്ട്? 5 in number. 5 in numbers. ഏതൊക്കെയാ? Deterrent theory, retributive theory, preventive theory, reformative theory and compensation theory. Yes, compensation theory and reformation theory, preventive theory, retributive theory, deterrent theory. മനസ്സിലായോ? അടുത്തത്. The most ancient theory of justice is called retributive theory. എന്തുവാ retributive theory? പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്. ഇതാണ് തിയറി. മനസ്സിലായോ? യെസ്. അടുത്തത്. അക്കോർഡിംഗ് ടു സാൽമണ്ടിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? വിച്ച് തിയറി ഓഫ് പണിഷ്മെൻറ്റ് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ itself not a remedy for his mischief of offense, but an aggravation of it at the invites plain suffering and offensive of the considerations of humanity. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല സർ, മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. സാൽമന്നിന്റെ അഭിപ്രായത്തിൽ വിച്ച് തിയറി ഓഫ് പണിഷ്മെന്റ്, മേളി 5 തിയറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലേത് തിയറിയാണ്? അതിൽ ഏത് തിയറിയാണ് ഹ്യൂമാനിറ്റിയുടെ തിയറി എന്നാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ,
ഏതാണ് ഹ്യൂമാനിറ്റിയുടെ തിയറി? retributive theory. റിട്രിബ്യൂട്ടീവ് തിയറി. മനസ്സിലായോ? ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. അത് ഒഫൻസീവ് ടു ദ കൺസിഡറേഷൻ ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റിയുടെ തിയറി ആണെന്നല്ല, ഹ്യൂമാനിറ്റിയുടെ തിയറി അല്ലാത്തതാണെന്നാ ക്വസ്റ്റ്യൻ. ഹ്യൂമാനിറ്റിക്ക് എതിരായിട്ടുള്ളത്. ഹ്യൂമാനിറ്റിക്ക് എതിരായിട്ടുള്ള തിയറി എന്താണെന്നാ ചോദ്യം. ഏതാണ്? റിട്രിബ്യൂട്ടീവ്. മാനുഷിക പരിഗണന ഇല്ലാത്ത തിയറിയാണ് റിട്രിബ്യൂട്ടീവ് തിയറി. മനസ്സിലായോ? സർ മനസ്സിലായി. അടുത്തത് an eye for an eye, a teeth for a teeth. What is the theory of punishment? It is called retributive theory. മനസ്സിലായോ? മനസ്സിലായി. എൻ്റെ അച്ഛൻ്റെ കണ്ണടിച്ചു പൊട്ടിച്ചാൽ അവൻ്റെയും കണ്ണടിച്ചു പൊട്ടിക്കും. അതാണ് ഐ ഫോർ ആൻ ഐ, ടീത്ത് ഫോർ എ ടീത്ത്. According to one of the theories of punishment, evil should be treated by evil. ഏതാണ്? This theory is called ലിറ്ററന്റ് തിയറി. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലെന്ന് പറയുന്നില്ല. എനിക്ക് വേദന ഏറ്റാൽ അവനും വേദന ഏക്കണം എന്നേ പറയുന്നുള്ളൂ. അതിനെയാണ് ഡിറ്ററന്റ് തിയറി. എന്താണ് ഡിറ്ററന്റ് തിയറി? അടിച്ചാൽ തിരിച്ചടിക്കുക, വേറെ ന്യായമൊന്നുമില്ല. അതിനെയൊക്കെ എന്തോ പറയും? ഡിറ്ററന്റ് തിയറി. അക്കോർഡിംഗ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറീസ് ക്രൈം ഈസ് ദ റിസൾട്ട് ഓഫ് ഡിസീസ്? ക്രൈം എന്ന് പറയുന്നത് ഒരു രോഗമാണ്, ആ രോഗത്തിനെയാണ് ചികിത്സിക്കേണ്ടത് എന്ന് പറയുന്ന തിയറി ഏതാണ്? റിഫോർമേറ്റീവ് തിയറി. റിഫോർമേറ്റീവിൻ്റെ ആ പേരിനകത്ത് തന്നെ അർത്ഥമാണ്. ഒരുത്തന് കുഴപ്പക്കാരനാണ്, അവനെ റിഫോം ചെയ്യണം. റിഫോർമേറ്റീവ് തിയറി. മനസ്സിലായോ? അടുത്ത റൈറ്റ് ഇൻ റം ഈസ് എഗൻസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ്. എന്നാണ് റൈറ്റ് ഇൻ റം എന്ന് പറഞ്ഞാൽ? എവരിവൺ. റൈറ്റ് ഇൻ റം എന്ന് പറഞ്ഞാൽ റം അടിക്കാനുള്ള അവകാശമാണ് കേട്ടോ. ആണോ? അല്ല. റൈറ്റ് ഇൻ റം എന്ന് പറഞ്ഞാൽ റം അടിക്കാനുള്ള അവകാശമാണെന്ന് വിചാരിക്കരുത്. റൈറ്റ് ഇൻ റം മീൻസ് റൈറ്റ് അഗൻസ്റ്റ് ദ ഹോൾ വേൾഡ് എന്നാണ് എൻ്റെ അർത്ഥം. റൈറ്റ് അഗൻസ്റ്റ് ദി ഹോൾ വേൾഡ്. ഈ ലോകത്ത് ആർക്കെതിരെയും പ്രവർത്തിക്കാവുന്ന അവകാശം. ഞാനൊക്കെ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്, മീൻ പിടിക്കാൻ നമുക്ക് കടലിൽ പോയി മീൻ പിടിക്കാൻ അവകാശമുണ്ട്. ആർക്കും കടലിൽ പോയി മീൻ പിടിക്കാം, അത് പൊതു സ്വത്താണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈറ്റ് ഇൻ റം. ജീവിക്കാനുള്ള അവകാശം റൈറ്റ് ഇൻ റം. നമുക്ക് ജീവിക്കാൻ അവകാശമുണ്ടല്ലോ. പോയോ? ഇല്ല. റൈറ്റ് ഇൻ റം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശം ഈസ് റൈറ്റ് ഇൻ റം. പിടികിട്ടിയോ? കിഴി കിട്ടിയോ? ആദ്യം ഒരു വായിച്ചേ. The theories of the five types of punishment are coercion theory. The most but the evil should be returned by evil. This theory is known as theory. According to this, crime is the result of disease. Reformative theory. 19. Right. Which one? Damnum means. അത് നോക്കൂ, ഇഞ്ചുറി ഉണ്ട്, ഡാമേജ് ഇല്ല. ഇഞ്ചുറി ഉണ്ട്, ഡാമേജ് ഇല്ല. മനസ്സിലായോ? ഇഞ്ചുറിയ സൈൻ ഡാമിനം മീൻസ് ഇഞ്ചുറി ഉണ്ട്, ഡാമേജ് ഇല്ല.
എന്തുണ്ട്? മിണ്ടുന്നില്ലല്ലോ. ഇഞ്ചുറി ഉണ്ട്, ഡാമേജ് ഇല്ല. ഇഞ്ചുറി ടു ദ ലീഗൽ റൈറ്റ് വിത്തൗട്ട് ആൻ ആക്ച്വൽ ഡാമേജ്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. അടുത്ത നോക്കൂ, ഡാമിനം. ഡാമേജ് ഉണ്ട്. സൈൻ ഇഞ്ചൂറിയ, ഇഞ്ചുറി ഇല്ല. ഡാമേജ് വിത്തൗട്ട് ലീഗൽ റോങ്. പിടികിട്ടിയോ? ആദ്യം എന്തു പറയുന്നു അതുണ്ട്, രണ്ടാമതെന്തു പറയുന്നു അതില്ല. ഇഞ്ചൂറിയ സൈൻ ഡാമിനോ, ഇഞ്ചുറി ഉണ്ട്, ഡാമേജ് ഇല്ല. ഡാമിനം സൈൻ ഇഞ്ചൂറിയ, ഡാമേജ് ഉണ്ട്, ഇഞ്ചുറി ഇല്ല. മനസ്സിലായോ? പോയോ? എന്തു സാധനം? Animus possidency means intention to possess. പൊസിഡൻസി എന്ന് പറഞ്ഞാൽ കൈവശം എന്ന അർത്ഥം. പക്ഷേ ആനിമസ് പൊസിഡൻസി എന്ന് പറഞ്ഞാൽ കൈവശം ഇല്ല. There is only an intention to possess. ആ കൈവശം വെച്ചേക്കണമെന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. അതെ, ആനിമസ് പൊസിഡൻസി. യെസ്. അടുത്തത്, പൊസഷൻ ഈസ് സെഡ് ടു ബി 9 പോയിന്റ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിന് 10 പോയിന്റുകൾ ഉണ്ടെങ്കിൽ കൈവശത്തിന് 9 പോയിന്റുകളുമുണ്ട്. മനസ്സിലായോ? മനസ്സിലായോ? ഉടമസ്ഥന് 10 അവകാശങ്ങൾ ഉണ്ടെങ്കിൽ കൈവശക്കാരന് എത്ര അവകാശമുണ്ട്? 9 അവകാശമുണ്ട്, അല്ലേ? മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ലെക്സ്. സാർ മനസ്സിലായി. ലെക്സ് initus non ex lex means an unjust law is not a law. നീതി ഇല്ലാത്ത നിയമം ഒരു നിയമമേ അല്ല. പിടികിട്ടിയോ? ലെക്സ് inusta non ex means an unjust law is not a law. നീതിയില്ലാത്ത നിയമം നിയമമേ അല്ല. അടുത്ത്, ഓൾഗസിറ്റ് തിയറി. എന്ത് തിയറി? ഓൾഗസിറ്റ് തിയറി വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ഡാഷ്. പ്രൊപ്പൗണ്ടഡ് ബൈ ഡാഷ്. ആരെയാണ്? സേവിങ്ങിനിയാണ്. ആരാണ്? സേവിങ്ങിനി. അടുത്തത്, Savigny's August theory is nature of any particular system of law reflecting the spirit of the people. ജനങ്ങളുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നതായിരിക്കണം എന്താണ്? ഒരു നിയമം. അതിനെയാണ് എന്ത് പറയുന്നത്? വോൾക്കിജിസ്റ്റ് തിയറി എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. അടുത്തത്, law is at 23 is found and not made. ലോ എന്ന് പറയുന്നത് കണ്ടുപിടിക്കപ്പെട്ടതാണ്, ഉണ്ടാക്കിയതല്ല. എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഉണ്ടായ ഒരു സാധനമാണ് ലോ. അതിനെ നമ്മൾ കണ്ടുപിടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? ലോ ഈസ് ജസ്റ്റ് ഫൗണ്ട്, നോട്ട് മെയ്ഡ്. ഓക്കെ. ഇറ്റ് ഈസ് ടു ബി ഫൗണ്ട് ഇൻ പോപ്പുലർ ഫെയ്ത്ത്. അത് പോപ്പുലറായ ഫെയ്ത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. കോമൺ കൺവിക്ഷൻസ്, കൺവിക്ഷന് വേണ്ടി ഉണ്ടാക്കിയതാണ്.
ആ കസ്റ്റംസിന് വേണ്ടിയുള്ളതാണ്, ഉം. ട്രേഡ്സിന് വേണ്ടിയുള്ളതാണ്, ഹാബിറ്റിന് വേണ്ടിയുള്ളതാണ്. ആ. ആൻഡ് ട്രഡീഷൻ വിച്ച് ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ഗ്രോ ഇൻ ടു ലീഗൽ റൂൾസ്. അങ്ങനെ അത് വളർന്ന് 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 എന്തായി മാറുന്നു? നിയമപരമായ റൂളായി മാറും. ദിസ് കൺസെപ്റ്റ് ഓഫ് ലോ വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ഡാഷ്. ഇങ്ങനെയുള്ളൊരു തിയറി ഉണ്ടാക്കിയത് ആരാണ്? സേവിങ്നിയ. ആരാണ്? പോയോ? സേവിങ്നി. ഒന്ന് വായിച്ചാൽ കേൾക്കട്ടെ. Injuria sine damnum means injury to a legal right without an actual damage. Yes. Damnum sine injuria means damage without a legal wrong. 20. Animus possidendi means intention to possess. 21. Possession is said to be 9 point of ownership. Lex injusta non est lex means an unjust law is not law. 22. Vogt theory was propounded by Savigny. Savigny's Vogt theory is the nature of any particular system of law reflecting the spirit of people. 23. Law as such is found and not made. It is to be found in popular common conviction, customs, rights, habits, traditions, which in course of time grow into legal rules. This concept of law was propounded by Savigny. Yes. കഴിഞ്ഞു. റെഡി. 24 നോക്കിയേ. ജൂറിസ്പ്രുഡൻസ് ഈസ് ഇമ്പോസിബിൾ അൺലെസ് ഇറ്റ് ഈസ് പ്രൊസീഡഡ് ബൈ കമ്പാരിറ്റീവ് ലോ. ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? കേൾക്കാമോ? കേൾക്കാം. ഇമ്പോസിബിൾ, ജൂറിസ്പ്രുഡൻസ് നടപ്പാക്കാൻ പറ്റുകയില്ല. എന്താണെങ്കിൽ കമ്പാരിറ്റീവ് ലോ നിലനിൽക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ജൂറിസ്പ്രുഡൻസ് നടപ്പാക്കാനേ പറ്റില്ല. ദിസ് വാസ് ഒബ്സർവ് ബൈ ഡാഷ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഹോളണ്ടാണ്. ആരാണ്? പോയോ? സരിക. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഹോളണ്ട്. Who defines a legal right as an interest recognized and protected by rule of justice? Who defines? ആരാണ് ഡിഫൈൻ ചെയ്തത്? എന്താണ് ലീഗൽ റൈറ്റ് ആസ് ആൻ ഇൻട്രസ്റ്റ്? ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് ആണ്. എന്ത് ചെയ്യും? ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ റൂൾസ് ഓഫ് ജസ്റ്റിസ്. ഏതിൽ നിന്ന്? റൂൾസ് ഓഫ് ജസ്റ്റിസ് നിന്ന് സംരക്ഷിക്കുന്ന ഒരു റൈറ്റിനെയാണ് എന്താ പറയുന്നത്? ഒരു താല്പര്യത്തിനെയാണ് റൈറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ റൈറ്റ്? റൈറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ. റൈറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ. മനസ്സിലായോ? മനസ്സിലായി. അടുത്തത് 26. എന്താണ്? The life of the law has to be logic. ലൈഫ് ഓഫ് ദ ലോ, നിയമത്തിൻ്റെ ലോ എന്തായിരിക്കണം? ലോജിക്കായിരിക്കണം. ടു ഹാസ് ടു ബി എക്സ്പീരിയൻസ്. അതെങ്ങനെ ആയിരിക്കണം? എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കണം. ദ ലോ എംബോഡൈസ് ദ സ്റ്റോറി ഓഫ് എ നേഷൻ ഡെവലപ്മെൻറ്റ് ത്രൂ മെനി സെഞ്ച്വറീസ്. അങ്ങനെ രാഷ്ട്രം പുരോഗമിക്കുന്നതോടൊപ്പമാണ് എന്ത് പുരോഗമിക്കുന്നത്? നിയമം പുരോഗമിക്കുന്നത്. അത് നൂറ്റാണ്ടുകൾ കൊണ്ട് നടന്നതാണ്. ആൻഡ് ഇറ്റ് കനോട്ട് ബി ഡെൽറ്റ് വിത്തിൻ ഓഫ് ഇറ്റ്സ് കണ്ടെയ്ൻ ഓൺലി ആക്ഷേപ്സ് ആൻഡ് കളോറീസ് ഓഫ് ദ ബുക്ക് ഓഫ് മാത്തമാറ്റിക്സ്. കണക്കെഴുതി വെച്ചേക്കുന്നത് പോലെ അങ്ങനെ ഒന്നും 2 എന്നെഴുതി നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന്. മനസ്സിലായോ? ദീസ് ആർ ദ വേർഡ്സ് ഓഫ് ഡാഷ്. ഈ വാക്കുകൾ ആര് പറഞ്ഞതാണ്? ഒലിവർ വെൻഡൽ ഹോംസ് പറഞ്ഞതാണ് ഈ വാക്കുകൾ. മനസ്സിലായോ? അടുത്തത്. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ജൂറിസ്പ്രുഡൻസ്? ഇംഗ്ലീഷ് ജൂറിസ്പ്രുഡൻസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്?
ആ ആരാണ്? ജോൺ ഓസ്റ്റിൻ. ജോൺ ഓസ്റ്റിൻ ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ജോൺ ഇംഗ്ലീഷ്. ഓസ്റ്റിൻ. യെസ്. അടുത്തത്. ഹൂ എമംഗ് ദ ഫോളോയിങ് ഡിഫൈൻസ് ലോ ആസ് എ കമാൻഡ് ഓഫ് സോവറിൻ ബാക്ക്ഡ് ബൈ സാങ്ഷൻ. നിയമമെന്ന് പറഞ്ഞാൽ അധികാരിയുടെ കൽപ്പനയാണ്, അത് സാങ്ഷനോട് കൂടിയുള്ളതാണ് എന്ന് പറഞ്ഞത് ആരാണ്? ആരാണ്? ജോൺ ഓസ്റ്റിൻ. ജോൺ ഓസ്റ്റിൻ. ജോൺ ഓസ്റ്റിൻ. ശരി, ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. ജോൺ ഓസ്റ്റിൻ. 24. Jurisprudence is possible unless it is preceded by comparative law. This was observation of Holland. 25. Who defines a legal right as an interest recognized and protected by a rule of justice? Salmond. 26. The life of the law has not been logic. It has been experience. The law embodies the story of a nation through many centuries and cannot be dealt with if it is contained only the axioms and corollaries of a book of mathematics. These are the words of Oliver Wendell Holmes, who is known as the father of English jurisprudence. John Austin. Austin's book, The Province of Jurisprudence Determined, is his lecture delivered at University of London. 27. Who among the following defines law as the command of sovereign backed by a sanction? John Austin. റെഡി? കഴിഞ്ഞു സാർ. യെസ്. 28. റെഡി. വാൻ ബാഗ്സ് തിയറി ഈസ് റിലേറ്റഡ് ടു ഡാഷ്. വാൻ ബാഗ്സിന്റെ തിയറി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റിലേറ്റഡ് ടു പ്രീസിഡൻസ്. മനസ്സിലായോ? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രീസിഡൻസ്. അടുത്ത്. ഹോഫീൽഡ്സ് അനാലിസിസ് ഈസ് റിലേറ്റഡ് ടു ഡാഷ്. ഹോഫീൽഡിന്റെ അനാലിസിസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? It is related Various to kinds of rights. various kinds of right. മനസ്സിലായോ? അടുത്ത്. Who among the following is considered as the exponent of utilitarianism? യൂട്ടിലിറ്റേറിയനിസം എന്നതിന്റെ എക്സ്പോണന്റ് ആരാണ്? ബെൻതാം. എന്താണ്? ബെൻതാം. അടുത്ത്. എക്സ്പോണന്റ് എന്ന് വെച്ചാൽ പറഞ്ഞ ആളെന്നാണോ? എക്സ്പോണന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞയാൾ. അടുത്തെന്താ? ദ ബുക്ക് ലേവിയത്താൻ വാസ് റിട്ടൺ ബൈ ഡാഷ്. ലേവിയത്താൻ എന്ന് പറയുന്ന ബുക്ക് ആരാണ് എഴുതിയത്? തോമസ് ഹോബ്സ്. തോമസ് ഹോബ്സിന്റെ ബുക്കാണ് ലേവിയത്താൻ എന്ന് പറയുന്നത്. അടുത്തത്. ഡാഷ് ഹാസ് പ്രസന്റഡ് ദി thesis that jurisprudence is social engineering. ജൂറിസ്പ്രുഡൻസ് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് എന്ന് പറഞ്ഞ thesis അവതരിപ്പിച്ച ആരാണ്? റോസ്കോ പൗണ്ട് ആണ്. എന്താണ്? ജൂറിസ്പ്രുഡൻസ് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണെന്ന് പറഞ്ഞത്. പിടികിട്ടിയോ? മനസ്സിലായി. സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറി മീൻസ് ബാലൻസിങ് കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദ സൊസൈറ്റി. വിരുദ്ധങ്ങളായ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എന്ത് എഞ്ചിനീയറിംഗ്? സോഷ്യൽ എഞ്ചിനീയറിംഗ്. മനസ്സിലായോ? വിരുദ്ധ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നു. ബാലൻസിങ് ഓഫ് കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദ സൊസൈറ്റി. രണ്ട് വ്യത്യസ്ത താല്പര്യമുണ്ടെങ്കിലും അതിനെ രണ്ടിനെയും ഒരുപോലെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകും. പ്രത്യേകിച്ചും ഇന്ത്യ മിക്സഡ് എക്കോണമിയാണ് അല്ലേ? പ്രൈവറ്റ് എക്കണോമി എന്ന് പറയുന്നതിനെ സംരക്ഷിക്കും, സർക്കാർ എക്കണോമി എന്നതിനെ സംരക്ഷിക്കും. അതിനെയാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. വിരുദ്ധങ്ങളായ രണ്ട് താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറി മീൻസ് ബാലൻസിങ് ഓഫ് കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദ സൊസൈറ്റി. 33.
society. 33 എന്താ പറഞ്ഞേക്കുന്നേ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് Which കറക്റ്റ്? one? Correct. ആരാണ്? H. ഗൃന്ധോ. Kelson. ഗൃന്ധോ ഈസ് ദ ബേസിസ് ഓഫ് Grun- ഹൈപ്പോസ്തിസിസ് ഓഫ് എച്ച് ഹെൽസൺ അല്ലേ? Ah. ഗുൻറോം എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? ഈസ് ദ ബേസിസ് H. Kelson. ഹൈപ്പോതെസിസ് ഓഫ് കെൽസൺ. മനസ്സിലായോ? Ah. യെസ്. അപ്പോൾ വായിച്ചേ കേൾക്കട്ടെ. 28. Van Gog's theory is related to precedence. 29. Hopewell's analysis is related to various kinds of rights. 30. Who among the following is considered an exponent of utilitarianism? Bentham. 31. The Book of Leviathan was written by Thomas Hobbes. 32. Walsh has presented the thesis that jurisprudence is a social engineering. Roscoe found. Social engineering theory means balancing of competing interests in society. 33. Which one of the following statement is correct? Grunbaum is the basis hypothesis of H. Kelson. യെസ്. റെഡി? Sir. അടുത്തത്. കെൽസൺസ് തിയറി ഓഫ് ലോ ഈസ് കോൾഡ് പ്യുവർ തിയറി ബിക്കോസ് കെൽസൺ ഈസ് എന്തുകൊണ്ടാണ് പ്യുവർ തിയറി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? Separated law from religion, ethics, sociology and history. യെസ്. ആദ്യമായി ലോകത്ത് ഏതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തു? റിലീജിയനെയും എത്തിക്സിനെയും സോഷ്യോളജിയെയും ഹിസ്റ്ററിയെയും വേർതിരിച്ച് ഒരു തിയറി ആവിഷ്കരിക്കാൻ ആർക്ക് പറ്റി? കെൽസന് പറ്റി. Kelson. അതിനു മുമ്പേ മതം ഏതാണ്, എത്തിക്സ് ഏതാണ്, സോഷ്യോളജി ഏതാണ്, ഹിസ്റ്ററി ഏതാണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. മനസ്സിലായോ? യെസ്. അടുത്തത്. പ്രൊഫസർ ഗ്രേ ഈസ് പോപ്പുലർ ഡാഷ് ജൂറിസ്റ്റ്. പ്രൊഫസർ ഗ്രേ എന്ന് പറയുന്നത് ഒരു പോപ്പുലറായ ഒരു ഡാഷ് ജൂറിസ്റ്റാണ്. ഏത് ജൂറിസ്റ്റാണ്? English jurist. ഇംഗ്ലീഷ് ജൂറിസ്റ്റാണ്. ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമ വിദഗ്ധനായിരുന്നു ആര്? പ്രൊഫസർ ഗ്രേ. Oliver. പ്രൊഫസർ ഗ്രേ. Gray. അടുത്തത് ഒലിവർ വെൻഡ്വെൽ. ഹോംസ് വാസ് എ ഡാഷ് ജൂറിസ്റ്റ്. എന്ത് ജൂറിസ്റ്റ് ആയിരുന്നു? American. അമേരിക്കൻ. അടുത്തത്. ലോ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്. നിയമമെന്ന് പറയുന്നത് സാമൂഹ്യ മാറ്റത്തിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഉപകരണമാണ് അല്ലേ? നിയമമെന്ന് പറയുന്നത് സാമൂഹ്യ മാറ്റത്തിൻ്റെ ഉപകരണമാണ്. ഓക്കെ. അടുത്തത്. The doctrine of rule of law was propounded by A.V. Dicey. ഒരു രാജ്യത്ത് നിയമവാഴ്ചയാണ് ആവശ്യം, രാജവാഴ്ചയല്ല. എന്താവശ്യം? ഒരു രാജ്യത്ത് നിയമവാഴ്ചയാണ് ആവശ്യം, രാജ്യവാഴ്ചയല്ല എന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? A.V. Dicey. ആരാണ്? A.V. Dicey. അപ്പോൾ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഭാഗം വളരെ മനോഹരമായി കഴിഞ്ഞു. എന്തെങ്കിലും മനസ്സിലായോ? ചെറുതായിട്ടൊക്കെ മനസ്സിലായി. ഒന്ന് വായിച്ചേ. ഫസ്റ്റ് മുതലാണോ? അല്ല, ഇപ്പം നമ്മൾ വായിച്ചത്. 34. Kelson's theory of law is called pure theory because the law from gen sociology history. 35. Professor Gray is popular dash jurist, English jurist. 36. Oliver Wendell Holmes was a dash jurist, American jurist. Law is an instrument of social change. The doctrine of rule of law was propounded by A.V. Dicey. യെസ്. ഇപ്പോൾ മറ്റവർക്ക് ഞാൻ റിവിഷൻ എടുക്കും. ആർക്കാ? ആതിരെ അഞ്ജുഷയ്ക്കും റിവിഷൻ എടുക്കും. പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കാം.
അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും കൂടെ എടുത്തു തരും. പറഞ്ഞ ആ കേട്ടോ? ശരി. ഏ അല്ലാതെ sir, കേട്ടു. അല്ലാതെ ഇന്ന് വായിച്ചു നോക്കുക. ആ നാളെ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ആ മനസ്സിലായോ? ശരി സർ. അപ്പോൾ ഇന്ന് ഞാൻ വേറെ ഒന്നും ആ പഠിപ്പിക്കുന്നില്ല. സർ മനസ്സിലായി. ഇന്ന് വേറെ പഠിപ്പിക്കുന്നില്ല. നോക്കുകയാണ്. 2 ആ ശരി. 4 പേരേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇതിരുന്ന് കാണാതെ പഠിച്ചോ ആ കേട്ടോ? ശരി. ശരി. ആ